അനുമോളെ ഇത് ഒത്തിരി വല്ലാത്ത രീതിയിൽ ഓവറാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം ഒരു പരിധിയൊക്കെ വേണം എല്ലാത്തിനും. ഇത് പരിധി കടന്നു പോവുകയാണ് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. ഇന്ന് ജിസയിലുമായിട്ടുണ്ടായ ആ ഒരു കാര്യം, നെവിൻ പുറത്തായ കാര്യം, ഇതിനെല്ലാത്തിനും മെയിനായിട്ടുള്ള ആണി എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ അനുമോൾ കാണിച്ച തെണ്ടിത്തരം എന്താണ്? ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ മുഖത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ടുവന്ന് അമുക്കുന്നു. ഇതെന്ത് പരിപാടിയാണ് അനുമോൾ കാണിക്കുന്നത്? ഇത് ഫിസിക്കൽ അസോൾട്ടിൽ പെടുന്ന ഒരു കാര്യമാണ്. ജിസൈൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവരെന്തോ അവിടെ ചെയ്യട്ടെ, എന്തോ കാണിക്കട്ടെ, പക്ഷേ അവരുടെ അനുവാദമില്ലാതെ അവരുടെ മുഖത്ത് തൊടാനായിട്ട് എന്ത് റൈറ്റ്സ് ആണ് അനുമോൾക്കുള്ളത്? അതും ആ ചെയ്ത രീതി കാണണമായിരുന്നു. അപ്പോൾ അനുമോള് അങ്ങോട്ട് പോയി ചൊറിഞ്ഞു വാങ്ങിയെന്ന് തന്നെ പറയാം. അതിന് തിരിച്ച് ജിസയിൽ റിയാക്ട് ചെയ്തത് പിടിച്ച് തള്ളുന്ന തരത്തിലായിരുന്നു. അത് എരന്ന് വാങ്ങിയതാണ് അനുമോൾ എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ അനുവാദമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ ടിഷ്യൂ പേപ്പറും കൊണ്ടുവന്ന് മുഖത്ത് ഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്നു. ഇതിൻ്റെ എന്ത് ആവശ്യമായിരുന്നു അനുമോൾക്ക് ഉണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനുള്ളിൽ ഒന്ന് തൊട്ടാലോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളായാലോ അത് ഫിസിക്കൽ അസോൾട്ടിൽ പെടുന്ന കാര്യം തന്നെയാണ്. ജിസൈൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അവരുടെ ഫേസ് എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരാൾ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും, നോർമലി ഏതൊരു വ്യക്തിയായാലും നമ്മുടെ മുഖത്തേക്ക് ഒരാൾ ഡയറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ആരായാലും പെട്ടെന്നൊന്ന് അന്താളിച്ചു പോകും, പിടിച്ച് തള്ളും. ഇവിടെ അനുമോൾ ചെയ്തു വെച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഇതിൽ ശിക്ഷ കിട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു വ്യക്തിയുടെ അനുവാദം കൂടാതെ അവരുടെ ശരീരത്തെ സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഫേസിൽ, അവരുടെ ചുണ്ടിലോ മൂക്കിലോ എവിടെ ആയിക്കോട്ടെ തൊടാനോ പാടുള്ളതല്ല. അത് ശരിക്കും പറഞ്ഞാൽ ലംഘിച്ചിരിക്കുകയാണ് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ജിസൈലിനോട് വല്ലാത്ത തരത്തിലുള്ള ദേഷ്യമുണ്ട്. ആ ദേഷ്യം പല രീതിയിൽ അനുമോൾ കാണിക്കാൻ പ്രകടമാക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ കിച്ചൺ ഏരിയയിൽ വെച്ച് കണ്ട ആ ഒരു കാര്യമെന്ന് പറയുന്നത്. ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും തന്നെ പറയാനില്ല ശരിക്കും പറഞ്ഞാൽ.